തുടർ ഭരണം സംസ്ഥാന രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് സംസ്ഥാനത്ത് ഒരു 10 വർഷമായിട്ടുള്ള ഭരണം, തിരുവനന്തപുരത്ത് ഒരു 40-45 വർഷമായിട്ടുള്ള കോർപ്പറേഷൻ ഭരണം. ഈ തുടർ ഭരണം CPM-നെ ഒരു സാമൂഹ്യ വിപത്താക്കി മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലർ കോഴപ്പണം വാങ്ങിയത് വിഷ്വൽസ് പുറത്തു വന്ന് മണിക്കൂറിന് കഴിയുമ്പോഴാണ് പാടം നികത്താൻ, അത് നെടുങ്കാട് ആ കരമന ഭാഗത്ത് പാടം നികത്താൻ ഞങ്ങൾ എല്ലാ സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് CPM-ന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി പണം വാങ്ങുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് വ്യാപകമാണ്. ഒരു വളരെ വലിയൊരു ശതമാനം CPM-ന്റെ പ്രവർത്തകരും ബ്രാഞ്ച് സെക്രട്ടറിമാരും കൗൺസിലർമാരും ഒക്കെ തന്നെ കോർപ്പറേഷന്റെയും സംസ്ഥാന സർക്കാരിന്റെയും അധികാരം വെച്ചുകൊണ്ട് മാഫിയകളിൽ നിന്നും, അത് അപകടകരമായ വയൽ നികത്തൽ മാഫിയ, ലഹരി മയക്കുമരുന്ന് മാഫിയ, ഇങ്ങനെയുള്ള മാഫിയയിൽ നിന്നും ക്രിമിനലുകൾ അവിടെ നിന്നൊക്കെ തന്നെ പണം വാങ്ങിക്കൊണ്ട് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂട്ടുനിൽക്കുന്നത് വളരെ വ്യാപകമായിരിക്കുകയാണ്, പ്രത്യേകിച്ചും തലസ്ഥാന നഗരിയിൽ. തീർച്ചയായിട്ടും ഇതിനേക്കാൾ ഞാൻ മറ്റൊരു മാധ്യമത്തിന് പറഞ്ഞില്ല, പക്ഷേ ഇന്ന് രാവിലെയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് പുറത്ത് കിട്ടുന്ന വിവരങ്ങൾ ഞങ്ങൾ കൂടുതൽ പറയാനുണ്ട്. ഇന്നലെ ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷൻ രാത്രി മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞിരുന്നു. ഞാൻ ന്യൂസിലൂടെ ആദ്യം പുറത്തു പറയുകയാണ്. ഞങ്ങൾ തിരുമല അനിൽ, ഞങ്ങളുടെ കൗൺസിലർ, അദ്ദേഹം മരണപ്പെട്ട ആ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം, ഞങ്ങളുടെ കൗൺസിൽ ഏറ്റവും സജീവമായി സമരരംഗങ്ങളിൽ മുൻപിൽ നിന്ന, ഇപ്പോ ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഉൾപ്പെടെ പല വിവരങ്ങളും എനിക്കും പകർന്നു തന്നുകൊണ്ടിരുന്ന ആൾക്കാരിൽ ഒരാളായിരുന്നു തിരുമല അനിൽ. അദ്ദേഹം കഴിഞ്ഞ 7-8 മാസമായി സമരരംഗങ്ങളിലൊന്നും, ഞങ്ങൾ പാർട്ടി സമരം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ മാനസിക പ്രശ്നങ്ങളിലൊക്കെ പെട്ട് ഉഴലുകയായിരുന്നു. അദ്ദേഹം വളരെ സജീവമാകുന്നില്ല. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയൊക്കെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ 7-8 മാസമായി CPM നേതൃത്വത്തിന്റെ ഒരു ത്രെട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവർ അദ്ദേഹത്തെ CPM-നെതിരെ കോർപ്പറേഷനുള്ളിൽ സമരങ്ങൾ ആവർത്തിച്ചാൽ അദ്ദേഹത്തിന്റെ ബാങ്കിൽ കുറച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാത്ത കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ അത് രൂക്ഷമാകും, അത് കേസുകളിലേക്ക് പോകും, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ത്രെട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ മുട്ടത്തറ CPM-ന്റെ കൗൺസിലർ കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് വിഷ്വൽസ് പുറത്തു വന്ന ഉടൻ തന്നെ അന്ന് രാത്രി ഇത്തരത്തിലുള്ള ചില കമ്മ്യൂണിക്കേഷനുകൾ നടന്നിരുന്നു എന്നാണ് പറയുന്നത്. കാരണം രാത്രി ഒരു 8-9 മണി വരെ അദ്ദേഹം വളരെ സജീവമായിരുന്നു. ഇപ്പൊ തിരുമല നടന്ന ഒരു പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത അദ്ദേഹം വളരെ നന്നായിട്ട് കോർപ്പറേഷനെതിരെ പ്രസംഗിച്ചിരുന്നു. മുട്ടത്തറ സംഭവത്തിനെതിരെ പ്രസംഗിച്ചു. അതിനുശേഷം ഉണ്ടായ ചില ഡെവലപ്മെന്റ്സ് അദ്ദേഹത്തെ മാനസികമായി തളർത്തിയിരുന്നു. അടുത്ത കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് ഈ ബാങ്കുമായിട്ട് കണക്ട് ചെയ്ത് CPM ഹരാസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ തുടർ ഭരണം ലഭിച്ച മാർക്സിസ്റ്റ് പാർട്ടി ഒരു വിപത്തായി മാറിയിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് നിങ്ങളിപ്പോൾ നെടുങ്കാട് വാർഡിലെ വിഷ്വൽസ് ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സാമൂഹ്യ വിപത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ ഭീഷണിയായിരിക്കുകയാണ്. ഇതിനെ തുടച്ചു മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ അവർ പറയുന്ന ഒരു ന്യായീകരണം എന്തെന്നാൽ ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളൊക്കെ നടത്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നടപടി മറ്റ് ആളുകൾ നടത്തുകയാണ്, മനഃപൂർവ്വം നടത്തുന്നു എന്നാണ്. അങ്ങനെയാണ്. അവരുടെ രാജു എന്ന മുട്ടത്തറ കൗൺസിലർ മറ്റുള്ള ഒരു കള്ളപ്രചരണം നടത്തിയിട്ടാണ് അയാൾ 5000 രൂപ വാങ്ങിയിട്ട് 50,000 രൂപ ബാക്കി 40,000 കിട്ടുമെന്ന് ചോദിച്ചാൽ ആൾക്കാർ കള്ളപ്രചരണം നടത്തിയിട്ടാണോ? അതിനു മുമ്പ് ഈ രാജ്കുമാറിനെതിരെ ഇതിനു മുൻപും കുറേയധികം പരാതികളുള്ള ഒരു വ്യക്തി തന്നെയാണ്. അത് തന്നെയാണ് ശുദ്ധ ജൽജീവൻ മിഷൻ സൗജന്യമായി കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്നു. ഒരു രൂപയുടെ ചെലവ് ആർക്കുമില്ല, കേന്ദ്ര സർക്കാർ മുടക്കിക്കോളും. അതിനുവേണ്ടി എല്ലാ വീടുകളിൽ നിന്നും അദ്ദേഹം, ഈ രാജു 6-7 മാസം മുമ്പ് പണം കളക്ട് ചെയ്തല്ലോ. ആ വിവരം കോർപ്പറേഷന്റെ മേയർക്ക് അറിയാമല്ലോ, ആ വിവരം ഡെപ്യൂട്ടി മേയർക്ക് അറിയാമല്ലോ, ആ വിവരം CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്ക് അറിയാമല്ലോ. സംസ്ഥാന നേതൃത്വം എന്തേ നിയന്ത്രിച്ചില്ല? അപ്പോൾ പാർട്ടി അധികാരത്തിലിരിക്കുമ്പോഴേക്കും പാർട്ടിയുടെ കൗൺസിലർമാരും മേയർമാരും ഡെപ്യൂട്ടി മേയർമാരും ഒക്കെ തന്നെ പണം ഉണ്ടാക്കിക്കോട്ടെ, അതിന്റെ ഒരു വിഹിതം ഞങ്ങൾ കൂടി കിട്ടിയാൽ മതി എന്നുള്ള, അത് കൃത്യമായിട്ട് വിഹിതം പാർട്ടി നേതൃത്വത്തിന് മാസാമാസം എത്തിച്ചാൽ മതി എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുന്നത് കൊണ്ടല്ലേ ജനങ്ങളെ കൊള്ളയടിച്ചും ചൂഷണം ചെയ്തും ഇത്തരത്തിലുള്ള നാണംകെട്ട നടപടികൾ കാണിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു ന്യായീകരണവും പറയാനായിട്ട് അർഹതയില്ല. അവർ ഏറ്റവും വലിയൊരു അപരാധമാണ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രതിപക്ഷ കൗൺസിലർ, തിരുമല അനിലെ പോലുള്ള ഒരു പ്രതിപക്ഷ കൗൺസിലർ സജീവമായി അവർക്കെതിരെ അഴിമതി വിഷയങ്ങളിലൊക്കെ തന്നെ സമരരംഗത്ത് ഉപവാസം ഉൾപ്പെടെ നിൽക്കുന്ന ഒരു കൗൺസിലർ കോർപ്പറേഷന്റെ അവരുടെ തുടർ ഭരണത്തിന് തന്നെ ഭീഷണിയാകുമെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു ബാങ്കിലുണ്ടായ സ്വാഭാവിക പ്രതിസന്ധി അത് റെക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു FIR എടുത്തിട്ടില്ല. അദ്ദേഹം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ പോലീസിനെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുക, ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുക, എന്നിട്ട് അദ്ദേഹത്തിനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം, ആത്മഹത്യാ പ്രേരണ വരെ നടത്തുന്ന ഒരു വിപത്തായി മാർക്സിസ്റ്റ് പാർട്ടി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ശക്തമായ ജനരോഷം ഈ വിഷയങ്ങളിലൊക്കെ തന്നെ, ഈ തിരുമല അനുചേട്ടന്റെ
ആത്മഹത്യ, അതോടൊപ്പം തന്നെ മുട്ടത്തറ CPM കൗൺസിൽ കൈക്കൂലി വാങ്ങിച്ചത്, നെടുങ്കാട് CPM ബ്രാഞ്ച് സെക്രട്ടറി കൈക്കൂലി വാങ്ങിച്ചത്, ഇതിനൊക്കെ എതിരായി CPM-നെതിരെ വലിയൊരു ജനവികാരം കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഉയർന്നു വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.